ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നമ്മുടെ മക്കൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അവർക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഉച്ചക്ക് നെയ്ച്ചോറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നെയ്ച്ചോറ് അപ്പന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ പപ്പടം ഓൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഉച്ചക്ക് കൊടുത്തുങ്ങാണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇങ്കുനൊന്ന് കുറച്ച് നേരം ഉറക്കൂട്ടോ. അപ്പോൾ ഞാൻ അത് കഴിക്കുന്നത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഇന്നിപ്പോൾ സ്കൂളൊക്കെ ലീവല്ലേ, അടച്ചില്ലേ. അപ്പോൾ ഓരോ സ്പെഷ്യൽ ഇങ്ങനെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിലും നെയ്ച്ചോറ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അത് അവർക്ക് കൊടുക്കട്ടെ. പിന്നെ അതേപോലെ ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എള്ളും കടലയും വറുക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പം അതും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവരെ നുറക്കിയതിന് ശേഷം നമുക്ക് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എള്ളും കടലയും പിന്നെ അതുപോലെ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ട് നമുക്ക് പൊടിച്ചിട്ട് ഒരു പൗഡർ ആക്കിയിട്ട് ടിന്നിൽ വെച്ചാൽ അതങ്ങനെ അവർ കഴിച്ചോളൂ കേട്ടോ. ചായക്കൊക്കെ കഴിച്ചോളും. അപ്പം അങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇതാക്കണവർക്ക് ചോറ് കൊടുത്തിട്ടുണ്ട്. ഹാളിൽ വലിയ ഇരിക്കണത് നോക്കണ്ട കേട്ടോ. ഹാളിൽ കുറേ കളിക്കോപ്പ് നിരത്തി വെച്ചിട്ട് കളിക്കാണ് കേട്ടോ. അപ്പോൾ ആകെ പെരന്ന് കിടക്കാണ്. ഏതായാലും ഞാൻ അവർക്ക് ചോറ് കൊടുത്തിട്ടുണ്ട്. ചോറ് ഞാൻ അങ്ങനെ കഴിക്കട്ടെ. ചെറുത് ഫുള്ള് കഴിക്കൂല കേട്ടോ. ഞാൻ ഒരു വാരി കൊടുക്കട്ടെ കുറച്ച് ചോറ്. ചോറ് കഴിച്ചതിന് ശേഷം ഇങ്കുനെ ഉറക്കൂട്ടോ. കുറച്ചേരം ഒന്ന് പിടിച്ച് വെച്ച് നമ്മൾ ഉറക്കുകയാണെങ്കിൽ കുറച്ചേരം ഒന്ന് ഉറങ്ങി കിട്ടും കേട്ടോ. എന്നിട്ട് ഉറങ്ങിയതിന് ശേഷം നമുക്ക് എള്ളും കടലയും വറുത്ത് പൊടിച്ച് വെക്കാം കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടാളും ഉറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം അപ്പോഴേക്കും ഞാനും ഉമ്മ ഇവിടെ എള്ളും കടലയും വറുക്കാണ് കേട്ടോ. എള്ളും കടലയും വറുത്തിട്ട് പിന്നെ നമ്മൾ ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്, അതൊക്കെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ കിട്ടാനൊക്കെ ഈ എള്ള് കുട്ടികൾക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് അവരെ വയറ്റിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഇങ്കുന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നെയ്സറിപ്പൊടി കേട്ടോ. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ അതേമാതിരി നമ്മൾ പാത്രത്തിൽ ഈ പൊടി ആക്കിങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ തന്നെ എള്ളൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നിലക്കടലല്ലേ, കടലയും വറുക്കുന്നുണ്ട്. ഉമ്മ അവിടെ കടല വറുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പനം ശർക്കരയാണ് കേട്ടോ. പനം ശർക്കരയാണ് ഞങ്ങൾ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ കൊടുത്താലും ഒരു കഴിക്കൂല. അപ്പോൾ നമ്മൾ പൊടിയാക്കിയിട്ട് കൊടുത്താൽ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ചെറുത് തടി കുറവാണ്. അപ്പോൾ ഓനും വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നിലക്കടലയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടുകൊണ്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇങ്കു പറയണത് ഹോർലിക്സും പൊടിയാണെന്ന് പറഞ്ഞ് നടക്കാണ്. ഹോർലിക്സും പൊടിയാണോ ബൂസ്റ്റും പൊടിയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ബൂസ്റ്റും പൊടിയാണെന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാലേ കഴിക്കുള്ളൂ. അപ്പോൾ ബൂസ്റ്റും പൊടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണെന്ന് പറഞ്ഞു കൊടുത്തേക്കാണ് കേട്ടോ. അപ്പം ഇത് പൊടിച്ചെടുക്കട്ടെ നമ്മള്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് പൊടിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എള്ളുണ്ട്, കടലുണ്ട്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുണ്ട്. ഇതൊക്കെ ഇനി നമ്മളിതിൽ എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. പിന്നെ അതുപോലെ ശർക്കരയുണ്ട് കേട്ടോ. നമ്മൾ പനശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. ഇത് പനശർക്കരയാണ് കേട്ടോ. ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിരകിട്ടാലും മതി കേട്ടോ. അപ്പോൾ മധുരം പാകത്തിന് വേണ്ടിയിട്ട് അതും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുപ്പിയിലാക്കിയിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ചായക്കൊക്കെ അവർക്ക് ഇത് കൊടുത്താൽ അവരങ്ങനെ കഴിച്ചോളൂ കേട്ടോ. ഒന്നും കൂടി പൊടിച്ചോ, ബാക്കിൻ്റെ ഒന്ന് പൊടിച്ചു നോക്കാം അല്ലേ. അടിച്ച് അപ്പോൾ ഞാൻ മോനുണ്ടാക്കിയാണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓന് കഴിക്കുന്നുണ്ട്. ചെറിയൊരു കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്ന് പറഞ്ഞുകൊണ്ട് കുറുമ്പിളകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓന് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാവർക്കും മക്കൾക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.